അടുത്ത് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ ഷാജു വി ചെറിയാനോട് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സർ. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. നേരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ആ കാലഘട്ടത്തിൽ സോഷ്യൽ ജസ്റ്റിസിൽ നിന്ന് ഞങ്ങൾക്കൊരു മോഡേണൈസേഷനായിട്ട് ഒരു 30 lakhs rupees കിട്ടി. പ്രൊപ്പോസൽ എൻ്റെ ആയിരുന്നു. നമ്മൾ നിലവിൽ സഹായ ഉപകരണങ്ങൾ, അതായത് നമ്മൾ കൃത്രിമ അവയവങ്ങളൊക്കെ നിർമ്മിക്കുന്ന ടെക്നോളജിയിൽ നിന്ന് നമ്മളൊരു ചേഞ്ച് വരുത്തണം, ആധുനികം ആക്കണം. ആധുനികം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ആധുനികമാണ്, പക്ഷേ ലോകം അതിൻ്റെ മുന്നേ ഓടിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഒരുപാട് പുറകിലാണ്. പക്ഷേ പുതിയൊന്നിനെ ഏറ്റെടുക്കാൻ നമുക്കുണ്ടാകുന്ന ഒരു വൈമനസ്യമാണ് പൊതുവെ നമ്മൾ എല്ലായിടത്തും കാണുന്നത്. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം റുട്ടീൻ വർക്ക് ചെയ്ത് പോകുക എന്ന് മാത്രമേ അനുമതിയുള്ളൂ. ഞങ്ങൾ ശരിക്കും കസ്റ്റമൈസ് ചെയ്യേണ്ട ആൾക്കാരാണ്. ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്യേണ്ടതാണ്. പക്ഷെ അവിടെ പലപ്പോഴും റെഡിമെയ്ഡ് എങ്ങനെയെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. ഈ കസ്റ്റമൈസേഷനിൽ വരുമ്പോൾ നമുക്ക് ടെക്നോളജി മാറ്റണം. അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ പ്രധാന ഘടകം. ഞാൻ ഭിന്നശേഷി കോർപ്പറേഷനുമായിട്ട് 2013 മുതൽ ചേർന്ന് പ്രവർത്തിക്കുന്നു. കാരണം സാങ്കേതിക സമിതിയിൽ അന്ന് മുതൽ അംഗമാണ്. അവിടെ അന്ന് ഞാൻ കൊടുത്ത പ്രപ്പോസൽ യഥാർത്ഥത്തിൽ പലരും ചേർന്ന് അതിനെ ഇല്ലാതാക്കി. കാരണം സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞ സാധനം, സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ യൂസർ പ്രോഡക്റ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കണ്ടിട്ടാണ് നമ്മൾ സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഫാബ്രിക്കേഷൻ തലം മുതൽ ഈ എൻ്റെ യൂസർ പ്രോഡക്റ്റ് വരെയുള്ള ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഇതൊന്നും സെപ്പറേറ്റ് ശമ്പളം കിട്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. എൻ്റെ രാത്രിയെ പകലാക്കിയാണ് ഞാൻ ഇതിനെ മുഴുവനും ഈ സ്പെസിഫിക്കേഷൻ തയ്യാറാക്കിയത്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പോലും നമുക്ക് ഒരിക്കലും അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. പക്ഷേ എനിക്ക് വളരെ അഭിമാനമുണ്ട്, മൊയ്തീൻകുട്ടി സാറ് ആ കാര്യത്തിൽ എക്സെപ്ഷണലാണ്. സാറ് വന്നു കഴിഞ്ഞിട്ട് ഈ കാര്യം ചെയ്യുന്നതിന് നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യം തന്നു. സാറ് അംഗീകരിച്ചു. ഈ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇൻസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നത്. അത് സാറ് തത്വത്തിൽ അംഗീകരിച്ചു. ആ ഈ സ്ഥാപനങ്ങളെല്ലാം സാധനങ്ങൾ സപ്ലൈ ചെയ്യും. റേറ്റ് കുറയ്ക്കുക, നമ്മൾ റേറ്റ് കുറച്ച് സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളതല്ല പോളിസി. നമ്മൾ എന്തുകൊണ്ട് ഭിന്നശേഷിക്കാർക്ക് കൊടുക്കുന്ന സാധനങ്ങൾ വില കുറച്ച് കൊടുക്കണം എന്ന് ചിന്തിക്കണം. നല്ല ക്വാളിറ്റി സാധനങ്ങൾ കൊടുക്കണം എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? ഏറ്റവും നൂതനമായതും ക്വാളിറ്റി ഉള്ളതുമായ സാധനങ്ങൾ ഭിന്നശേഷിക്കാർക്ക് കൊടുക്കണം. മറ്റുള്ളവർക്ക് ക്വാളിറ്റി ഉള്ളത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് കൊടുക്കാൻ സാധിക്കണം. ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് ഞാൻ ദിവസവും പറയുന്ന കാര്യമാണ്, ക്വാളിറ്റിയാണ് ഫസ്റ്റ്. അതുപോലെ തന്നെ ഭിന്നശേഷി കോർപ്പറേഷന് പ്രീ ബിഡ് മീറ്റിംഗ് ഞങ്ങൾ ആദ്യമായിട്ട് നടത്തുന്നത്. അതിനകത്ത് സപ്ലയേഴ്സായിട്ട് വരുന്ന ആളുകളോട് ആദ്യമേ തന്നെ പറഞ്ഞു, റേറ്റ് അല്ല ക്വാളിറ്റി മോശമാണ്, റിജക്റ്റ് ചെയ്യും ഉറപ്പ്. നിങ്ങളുടെ സ്ഥാപനം ഞങ്ങൾ വിസിറ്റ് ചെയ്യും. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ടാണ് ക്വാളിഫൈഡ് ആൾക്കാർ. RC റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് 1992 വന്നതാണ്. ഈ 92 വന്ന ആക്ടിനെ നടപ്പിലാക്കാൻ ഇന്ന് വരെ നമുക്ക് പൂർണ്ണമായി സാധിച്ചിട്ടില്ല. ഈ ക്വാളിഫൈഡ് ആൾക്കാർ അവിടെ പ്രൊഫഷണൽ പേഴ്സണൽ എന്ന് 2 തരംതിരിവുണ്ട്. അവർ പഠിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവർ കൂടുതൽ പഠിച്ച് നോളജ് അക്യൂർ ചെയ്ത ആൾക്കാർക്ക് പ്രൊഫഷണൽ ലെവലിലാണ് അവരുടെ രജിസ്ട്രേഷൻ. ഈ പ്രൊഫഷണൽ ഈസ് എ മസ്റ്റ്. അവിടെ ആരെങ്കിലും വെച്ചിട്ട് ഒപ്പിക്കാനുള്ള പരിപാടിയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. നൂതനമായ ആശയങ്ങൾ, അവർക്കൊരു ജോലി കിട്ടി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്കൊന്നും കുഴപ്പമില്ല എന്നും ഞാൻ സേഫാണ് എന്നുള്ള ചിന്ത അവരിൽ നിന്ന് പോകണം. RC ആക്ട് പൂർണ്ണമായിട്ടും നടപ്പിലാക്കണം. പ്രൊഫഷണൽസിന് അതിൻ്റേതായ ഉത്തരവാദിത്വം കൊടുക്കണം. അത് ഒരു പ്രധാന ഘടകമാണ്. എങ്കിൽ മാത്രമേ ഈ മേഖലയിൽ എന്തെങ്കിലും കൊണ്ടുവരാം. ഞാൻ ആരെയും ഇതായിട്ട് പറയുന്നതല്ല, നമ്മൾ ഇന്ന് 3D പ്രിൻറ്റിൻ്റെ കാലഘട്ടമാണ്. നമ്മൾ അതിലേക്ക് പോകണം. 2013 മുതൽ 3D പ്രിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാൻ സ്വന്തമായി പ്രോസസ്സ് കുറേ ഡിസൈൻ ചെയ്ത് കുറേ പ്രൊഡക്റ്റ്. അന്ന് മുതൽ ആളുകൾ പറയുന്നത് ഇതൊന്നും പ്രായോഗികമല്ലാത്ത എന്തുകൊണ്ട്? എനിക്കറിയില്ലാത്ത പ്രായോഗികമല്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? എനിക്കറിയില്ല, ഞാനത് പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽസിനെ ഇത് പഠിപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ് സർക്കാർ തലത്തിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഇൻ സർവീസ് ട്രെയിനിങ്. ഞാനിപ്പോൾ സ്റ്റോർ ഓഫീസറുടെ ഒരു ചാർജ് എനിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ സോണൽ ലിംഫ് ഫിറ്റിംഗ് സെൻ്ററിലുണ്ട്.
ഇപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സ്റ്റോർ പർച്ചേസ് റൂൾസിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു. അന്നേരം ആ ക്ലാസ്സിൽ പറയുന്ന കേരള ഫിനാൻഷ്യൽ കോഡ് അനുസരിച്ചിട്ട് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് നോക്കി സെലക്ട് ചെയ്യാൻ, റേറ്റ് അവിടെ പ്രധാനമല്ല. ക്വാളിറ്റിയുള്ള ഓൾറെഡി നിയമമുണ്ട്, പക്ഷേ പിന്നെയും ആൾക്കാർ പറയും എന്നാലും വില കുറഞ്ഞ സാധനം ഉണ്ടല്ലോ, എന്തിനങ്ങനെ? നമ്മളിതിൻ്റെ ആളുകൾക്ക് കിട്ടുന്ന സേവനം ഏത് തരത്തിലുള്ള സാധനങ്ങളാണെന്നുള്ള തീരുമാനം അതിൻ്റെ ക്വാളിറ്റി ഇല്ല. നമ്മൾ മൊബൈൽ ഫോൺ എന്തുകൊണ്ട് പഴയ കീപാഡ് ഫോണുകൾ ആളുകൾ ഉപേക്ഷിച്ചു, സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് തുടങ്ങി. അതുപോലെ ഉപേക്ഷിക്കേണ്ടത് നമ്മൾ ഉപേക്ഷിക്കാൻ പഠിക്കണം. അത് സർക്കാർ തലത്തിൽ നിന്ന് തുടങ്ങിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റും. കാരണം ഭിന്നശേഷിക്കാർക്ക് അതിനുള്ള ശേഷിയില്ല, ഭിന്നശേഷി എന്ന് തന്നെയാണ് പറയണത്. അപ്പോൾ അവരെ കൊണ്ട് അവർക്ക് ആവശ്യമായ നൂതനമായ സംവിധാനം, അത് ഒന്ന് പ്രധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3D പ്രിൻറ്റിങ് വരുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളുടെ വൈകല്യമുള്ളവരെന്ന് പറഞ്ഞാൽ 3 മാസം കൂടുമ്പോൾ കുട്ടികൾ വളരും. ഈ വളർച്ചയ്ക്ക് അനുസരിച്ച് ഇത് മാറ്റിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ പ്രോസസ്സ് ഇങ്ങനെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഓർത്തോസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ കസ്റ്റമൈസ്ഡാണ്. ഇത് ഒരിക്കലും റെഡിമെയ്ഡ് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. റെഡിമെയ്ഡ് കൊടുക്കുന്നുമുണ്ട്, പക്ഷേ അത് അങ്ങനെയുള്ള സ്യൂട്ടബിൾ ആകുമെങ്കിൽ മാത്രം കൊടുക്കാവുന്ന സാധനങ്ങൾ മാത്രമേ കൊടുക്കാവുള്ളൂ. അവിടെയും കസ്റ്റമൈസ് ചെയ്യണം. റെഡിമെയ്ഡ് സാധനങ്ങളിലും കസ്റ്റമൈസേഷനുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മളൊരു ലോങ് പ്രോസസ്സാണ്. ഒരു പ്രോസസ്സ് പേഷ്യൻറ്റിനും അസസ്മെൻറ്റ് മുതൽ ഫൈനൽ എൻഡ് യൂസർ ഫിറ്റ്മെൻറ്റ് വരെ വരുന്നത് പ്രോസസ്സിനാണെങ്കിലും ഓർത്തോസിനാണ് വലിയൊരു പ്രോസസ്സാണ്. അതിനുള്ള മാൻപവർ ഇന്ത്യയിലല്ല, പല രാജ്യങ്ങളും ഇല്ല. ഇന്ത്യയിൽ ഒരു 1500ഓളം പ്രോസ്തറ്റിസ്റ്റുകളുണ്ട് RCയുടെ ഗൈഡ് ഇത് വെച്ചിട്ട് ക്വാളിഫൈഡ്. അൺക്വാളിഫൈഡ് ആൾക്കാർ ഈ മേഖലയിൽ ഒരുപാട് പേർ നിരങ്ങുന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുള്ളത്. കാരണം അത് അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനും ഈ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും പ്രോസിക്യൂട്ട് ചെയ്യണം. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം തുടങ്ങുമ്പോൾ അവിടെ ആരെങ്കിലും മോണിറ്റർ ചെയ്യുന്നുണ്ടോ, ഈ സ്ഥാപനത്തിൽ ക്വാളിഫൈഡ് സ്റ്റാഫ് ഉണ്ടോ എന്ന് നോക്കും. ഞങ്ങൾ പക്ഷേ പോയി ഞങ്ങൾ ഭിന്നശേഷി കോർപ്പറേഷനിൽ ഇൻസ്പെക്ഷന് പോയി കൃത്യമായി പറഞ്ഞു, നിങ്ങൾക്ക് അവസരം തരാം, നിങ്ങൾ ആളെ പോസ്റ്റ് ചെയ്യും, ക്വാളിഫൈഡ് ആൾക്കാരെ വയ്ക്കും, നിങ്ങളെ ആരെയും ഔട്ടാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ നടത്തിക്കോ. സ്ഥാപനം ആശുപത്രി നടത്തുന്ന ആൾ ഡോക്ടർ ആവണമെന്നുണ്ടോ? ആളുകളുടെ ഒരു തെറ്റായ ചിന്താഗതിയും കൂടി ഉണ്ട് ഇതിനകത്തൊക്കെ. അപ്പോൾ ഇത് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ശമ്പളം കൊടുക്കണം. ശമ്പളം കൊടുക്കാതെ പറ്റും? ആരെങ്കിലും ശമ്പളം ഇല്ലാതെ എന്തെങ്കിലും കാര്യത്തിന് വരുമോ? ഈ ശമ്പളം കൊടുക്കണം. പക്ഷേ ഇവരെടുക്കുന്ന ലാഭം എന്നൊരു സാധനമുണ്ട്. അത് ശമ്പളത്തിലേക്കും കൂടെ പോകുമ്പോൾ ലാഭം കുറയും. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം. അപ്പം നമ്മൾ ഈ ടെക്നോളജിയെ ആക്സെപ്റ്റ് ചെയ്യുക, ആമുഖമായിട്ട് പറഞ്ഞെന്നുള്ളൂ. അതിനകത്ത് കസ്റ്റമൈസേഷനിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഈ 3D സ്കാനിങ്, 3D പ്രിൻറ്റിങ്. വെറുതെ ഒരു സ്കാനർ മതി. ഇതിനു വേണ്ടി സ്പെഷ്യൽ ഏറ്റവും ലേറ്റസ്റ്റ് മെഡിക്സയുടെ സ്കാനർ വന്നിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേ ഉണ്ട്, ലാപ്ടോപ്പ് ഒന്നും ആവശ്യമില്ല. ഏറ്റവും ലേറ്റസ്റ്റ് സ്കാനർ ഇറ്റലിയിൽ മാനുഫാക്ചർ ചെയ്യുന്നു. ആ സ്കാനറിൻ്റെ അവിടുത്തെ വില 7 ലക്ഷം രൂപയോളം വരും. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇമ്പോർട്ട് എല്ലാം കൂടെ വരുമ്പോൾ നല്ല റേറ്റ് വരും. പക്ഷേ ആ ഒറ്റ സ്കാനർ തന്നെ സോഫ്റ്റ്വെയർ എല്ലാം ഉണ്ട്. നമ്മൾ അഡീഷണൽ ആയിട്ട് നമുക്ക് വേറെ എക്സ്പെൻസ് വരുന്നില്ല. അത് ഏറ്റവും നൂതനമായ ഒരു ടെക്നോളജിയാണ്. സ്കാൻ ചെയ്യും ഏത് സ്ഥലത്തും, ഔട്ട് റീച്ച്. ഇവർ വീട്ടിൽ കിടക്കണ ഒരാളുടെ അടുത്ത് പോയിട്ട് വേണമെങ്കിൽ അവരുടെ മെഷർമെൻറ്റ്സ് എടുക്കാം. അവിടെ കാസ്റ്റ് എടുക്കേണ്ട കാര്യമില്ല. അവിടെ വേറെ ഒരു മെറ്റീരിയൽ കൊണ്ടുപോകണ്ട. ഇത് പൊള്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനം പോലും അവിടെ ആവശ്യമില്ല. വീടുകളിൽ പോയി ബക്കറ്റിൽ വെള്ളം എടുത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് ചുറ്റി കാസ്റ്റ് എടുക്കുന്ന ആ രീതിയൊക്കെ പോയി. അത് ഇനിയുള്ള നമ്മൾ ലേറ്റസ്റ്റ് കാര്യങ്ങൾ എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളത് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അന്ന് വേറെ സാധനങ്ങൾ വരും. അന്ന് നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴും നമ്മൾ പറയും അന്നടുത്ത് ഈ സംഗതികൾ ഔട്ട്ഡേറ്റഡായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഏറ്റവും നൂതനമായ അതിൻ്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിലവിൽ കുറച്ച് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ ആളുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഒരു ഹബ് ആൻഡ് സ്പോക്ക് മെത്തേഡിൽ ഒരു സെൻട്രലൈസ്ഡ് ഒരു ഫാബ്രിക്കേഷൻ. ഇതിനകത്തുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇനീഷ്യൽ എക്സ്പെൻസ് ഉണ്ട്. അതിപ്പോൾ എന്തിന് നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ഇല്ലാതെ തന്നെ ചെയ്യാം. നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷനിൽ ഇഷ്ടംപോലെ 3D പ്രിൻറ്റേഴ്സ് ഉണ്ട്. അവരോട് ഞാൻ സംസാരിച്ചതാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷനിൽ നമ്മൾ ഇതിൻ്റെ ഡിസൈൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവിടെ പ്രിൻറ്റ് ചെയ്ത് തരും. ഗവൺമെൻറ്റിന് സാധ്യമല്ലാത്ത ഒരു കാര്യങ്ങളുമില്ല. അത് പ്രൈവറ്റിനും ആക്സസിബിൾ ആക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.